എന്നും വീടിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളല്ല അധികം ഉണ്ടാവില്ലേ. അപ്പോൾ ഇന്ന് പുറത്ത് വിശേഷങ്ങളാണ്. ഈ രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ച് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു. ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ലീവല്ലായിരുന്നു വിചാരിച്ചിട്ട് ഞാനും മക്കളൊക്കെ ഒരുങ്ങി ഇതവിടെ റോട്ടിലിറങ്ങി നിൽക്കുകയാണ്. ഓട്ടോറിക്ഷ വരാൻ പറഞ്ഞിട്ടുണ്ടാവും. വന്നു ഓട്ടോറിക്ഷ കയറിപ്പോയി. ഇപ്പോൾ കാണിക്കണ കുളമില്ലേ, ഇത് ഒടുങ്ങാട്ട് കുളം എന്നറിയാം. എടയൂരുള്ള കുളമാണ്. ഞങ്ങൾ ഫേമസ് ആണ് ഈ കുളം. ഞങ്ങളുടെ നാട് എടയൂരാണ് കേട്ടോ. ഇതാണ് ചീനിച്ചോട് ഋഷിപുത്തൂർ ക്ഷേത്രം എന്ന് പറയും. അങ്ങോട്ടാണ് ഞങ്ങൾ അമ്പലത്തേക്ക് പോയിരുന്നത്. ഇതാണ് അമ്പലത്തേക്ക് പോയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ കയറി അവിടെ പോയി തൊഴുത് അങ്ങനെ. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു കുളമുണ്ട്. ആ കുളത്തിലിറങ്ങി അനുമോള കുളത്തിലിറങ്ങി. അതിൻ്റെ അടുത്ത് ഞങ്ങളെ അമ്മായിയുടെ മോനും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കണ്ടു. അപ്പോൾ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ എടുത്ത് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തതാണിത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങി. അതിൻ്റെ അടുത്ത് തന്നെയാണ് ശിവക്ഷേത്രം ഉണ്ട്. ശിവക്ഷേത്രത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ശിവക്ഷേത്രത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാടത്തിൻ്റെ നടുവ് കൂടെ റോഡാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ ഇതാ പൊന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നിൽ അച്ചുണ്ട്. അങ്ങനെ രണ്ടുപേരും നടക്കുക. ഞാനാണ് വീഡിയോ എടുക്കണ കാരണം ഞാൻ പെട്ടില്ലടോ. അങ്ങനെ ഇതാ അതിൻ്റെ സൈഡിൽ മഞ്ഞ പൂക്കളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഇതാ നടന്ന് ഞങ്ങൾ അമ്പലത്തിലെത്തി. ഒരുപാട് ആളുണ്ടായിരുന്നു. കർക്കിടക മാസം ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു പുറത്തിറങ്ങി. പുറത്ത് അയ്യപ്പൻ്റെ അവിടെ തൊഴുന്ന ഫോട്ടോ ആണ് എടുത്തിരുന്നത്. ഉള്ളിലത്തൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അത് ഇറങ്ങി വരികയാണ്. കല്ലാണ് അവിടെ നിറച്ചിക്ക്. കാലുവേദനയായിട്ട് ഞാൻ മെല്ലെ മെല്ലെ നടന്നു വരികയാണ്. പിന്നെ അതിൻ്റെ അടുത്ത് കൂടെ ഒരു തോട് പോകുന്നുണ്ട്. അപ്പോൾ അച്ഛന് ആ തോട്ടിക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ തോട്ടിൽ പോയി. തോട് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ അവൻ ആ തോട്ടിൻ്റെ വെള്ളത്തിൻ്റെ നടുക്കൊക്കെ ഇറങ്ങി എന്നോട് ഇറങ്ങാൻ പറഞ്ഞാൽ സാരി എടുത്തിട്ട് ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കൂടെ കൂടൂ.